പാണക്കാട് നാടുകാണി സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നത് പെട്ടെന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അവിടുന്ന് അരുൺ അമർനാഥ് തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിലാണ് തൊട്ട് പുറകിൽ ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വന്നത്. തങ്ങളെ കേരളീയ ന്യൂസ് ക്യാമറമാൻ ജയേഷിന് ഇതിനിടയിൽ പരിക്കും പറ്റിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് അത്ഭുതകരമായിട്ടാണ് ജയേഷ് രക്ഷപ്പെട്ടത്. മുറിവുണ്ടോ? മുറി എവിടെയാണ്? കയ്യിൻ്റെ പറ്റോ? സാറില്ല നമുക്ക് ഞാൻ ജസ്റ്റ് തരും. മുറിവുണ്ടോ? മുറി എവിടെയാണ്? കയ്യിൻ്റെ പറ്റോ? ക്യാമറ ലൈവ് വ്യൂ സംവിധാനങ്ങളൊക്കെ ചെളിപുരണ്ട് പോയി. അരുൺ ചേരുന്നു. അരുൺ, അങ്ങനെ കാര്യമായി പരിക്കില്ല രാജേഷിന് തോന്നുന്നു അല്ലേ? മറ്റാർക്കെങ്കിലും, നാട്ടുകാരിൽ ആർക്കെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? ഇനിയും അവിടെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ? ദിവിഷ, ഒരു അപകടമുഖത്ത് അപകടം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ആ നടുക്കം നമുക്ക് ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യമാണ് ഇത്തരത്തിലൊരു അപകടവുമായി നേർക്കുനേർ നമ്മളിങ്ങനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സമയം തന്നെ നമ്മളൊക്കെ ഓടുമ്പോൾ ഈ വൈദ്യുതി കമ്പികളും വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പൊട്ടി വീഴുന്ന സംഭവമാണ് ഉണ്ടായത്. ജയേഷ് ലോഡി എന്ന കൈരളി TV ക്യാമറാമാനാണ് അത്തരത്തിൽ പരിക്കേറ്റത്. പരിക്ക് സാരമുള്ളതല്ല, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളല്ല, സ്ഥിതിഗതിയൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആശങ്ക അറിഞ്ഞൊരു മണിക്കൂറിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയത്. നമ്മുടെ ദൃശ്യങ്ങൾ പടുത്തി നമ്മുടെ ഐറൻ ക്യാമറയും കൂടിയ ആബിത്തങ്ങൾ വേഗനയാണ്. ഇദ്ദേഹം അവിടെ നിന്ന് ഏറ്റവും അവസാനമാണ് ഇദ്ദേഹം ഓടി അവിടുന്ന് വരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ലൈവിൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ പൊട്ടി വന്നത്. അന്ന് നമുക്ക് ഓടാൻ പറ്റിയില്ല. ഈ ഓടുന്നതിനിടയിലാണ് കമ്പിലൈനെല്ലാം മുന്നിൽ വന്ന് വീണത്. എൻ്റെ ഫോണെല്ലാം നഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നമ്മൾ ലൈവായി കാണുന്നത്, ഇങ്ങനെ പൊട്ടി വരുന്നത്. അതെ, ആദ്യമേ തന്നെ ഗതാഗതം ആ മേഖലയിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ രണ്ട് മേഖലയിലും ഗതാഗതം നിയന്ത്രിച്ച സമയമായിരുന്നു. അപ്പോഴാണ് ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കി നിൽക്കുക, ആ മണ്ണ് കാണുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഓടിയതുകൊണ്ടാണ് അതിൻ്റെ മറുഭാഗത്തു നിന്നുള്ള ആംഗിളിൽ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകണം, മൊബൈലിൽ ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു വലിയ ആശങ്ക നിറഞ്ഞ മണിക്കൂറിലൂടെ കടന്നുപോയി. ആ മേഖലയിൽ എന്താ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വലിയൊരു ഘട്ടം, ഒരു പ്രതിസന്ധി ഘട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ആശങ്കയില്ല. പക്ഷെ മഴ ഇങ്ങനെ ജില്ലയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചാറ്റൽ മഴ എന്ന രീതിയിൽ മഴ കുറച്ചൊക്കെ ഈ മണ്ണെട് എടുത്തതിന്റെ ഒരു ഭാഗം കൂടിയാണോ ഇടിഞ്ഞു വന്നത്? അത് മണ്ണെടുക്കാത്ത നോർമൽ മലയുടെ ചെരിവാണോ? നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കിയായിരുന്നു ദിവേശ്. അതായത് കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഭാഗമാണ് ആദ്യമായി ഇടിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നാലെ ആ ഒരു ഭാഗം ആകെ നിലം പതിച്ച സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മൾ ആദ്യം ആ ഒരു മേഖലയിൽ നിന്ന് ആദ്യം മണ്ണ് ഇടിഞ്ഞു തുടങ്ങി. ആ മേഖലയിൽ നിന്ന് ഇനിയും മണ്ണ് ഇടിയുന്നുണ്ട് എന്ന് ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ കുന്നിൻ്റെ ഒരു മൺകൂന ഉൾപ്പെടെ ഒരു കുന്നിൻ്റെ ഒരു ഭാഗം ഉൾപ്പെടെ നിലം പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഭാഗം കംപ്ലീറ്റ്, ആ ഭാഗം മുഴുവൻ നിലം പതിച്ചിരിക്കുകയാണ്. ആ ഭാഗത്താണ് റോഡിലേക്കായി മണ്ണുകൾ പതിഞ്ഞിട്ടുള്ളത് ദിവേശ്. നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ആ ഭാഗം അപ്പം തന്നെ നമ്മുടെ ക്യാമറ ഓടി മാറിയത് കൊണ്ടാണ് ആ പതിക്കുന്ന ആ ദൃശ്യം നമ്മൾ ഭാഗ്യം ആളുകൾക്കൊന്നും അങ്ങനെ പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്.